2026 മാർച്ച് മാസത്തെ ജ്യോതിഷഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. ഇടവക്കൂറിൽ ജനിച്ച ആൾക്കാരുടെയാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണി നക്ഷത്രവും മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാതി ഭാഗവും ചേർന്നതാണ് ഇടവക്കൂറ്. ഇതിൽ ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നാലും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരായിരുന്നാലും അവർക്ക് പ്രൊമോഷൻ ലഭിക്കും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. പല വിധത്തിലുമുള്ള ധനലാഭം ഉണ്ടാകാം. അതുപോലെ എന്തെങ്കിലും വ്യാധികളാൽ ബുദ്ധിമുട്ടാണെങ്കിൽ അതെല്ലാം ഒഴിവായി കിട്ടും. അതുപോലെ എന്തിനും ഏതിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. കുടുംബത്തിൽ എല്ലാവർക്കും സൗഖ്യം ലഭിക്കും. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ ഒരു സഹായം ഉണ്ടാകും. പല അപമാനത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റിയ ജോഡിയെ കണ്ടെത്താനും വിവാഹ നിശ്ചയമോ വിവാഹമോ നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പശുമാടുകൾ നാൽക്കാലികളൊക്കെ വളർത്തി അതിനെ വ്യാപാരം ചെയ്യുന്നവർക്കും അത് മാത്രമല്ല ക്ഷീര കർഷകർക്കും അതിൽ നിന്ന് വളരെയധികം ലാഭങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ പാല് സംസ്കരണ കേന്ദ്രങ്ങൾ നടത്തുന്നവർക്കും വളരെ ഗുണങ്ങൾ അവർക്ക് ലഭിക്കും. മാത്രമല്ല ഈ സമയം അങ്ങനെ ഉദ്ദേശിക്കുന്നവർ പാല് സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങുവാനും പറ്റിയൊരു സമയവും കൂടിയാണിത്. അതുപോലെ പാലും അതിൻ്റെ മറ്റു ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കി വിൽക്കാവുന്നതാണ്. മൃഗങ്ങളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവർക്കും ഇതാണ്. അതായത് മൃഗങ്ങളെ വാങ്ങി വളർത്താതെ തന്നെ മൃഗങ്ങളെ വാങ്ങി മറിച്ച് വിൽക്കുന്നവർക്കും ലാഭം കിട്ടും. നാണ്യവിളകൾക്കും തോട്ടവിളകൾക്കുള്ള കർഷകർക്ക് വളരെയധികം ലാഭം കിട്ടുന്നൊരു സമയമാണ്. അതുപോലെ മാംസം കയറ്റുമതി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം ഗുണങ്ങൾ ലഭിക്കും. അത് മീൻ കയറ്റുമതി ചെയ്യുന്നവർക്കും വളരെ ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. ഹൃദയത്തിൽ രോഗങ്ങളുള്ളവർക്ക് ചില അസുഖങ്ങൾ തലപൊക്കാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തെന്നാൽ ഗ്രഹങ്ങൾ ചിലത് മോശം രാശികളിൽ നിൽക്കുന്നതിനാലാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സം കാണുന്നു. അതുകൊണ്ട് ആ തടസ്സങ്ങളൊന്നും ഉണ്ടാവാതെ എല്ലാം കരുതിയിരിക്കുക. ദുർജനങ്ങളുടെ സഹവാസം കഴിയുന്നതും ഒഴിവാക്കുക. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. രക്തച്ചൊരിച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ആന്തരിക അവയവങ്ങൾക്ക് കേടുവരാൻ സാധ്യതയുണ്ട്. വല്ല കത്തിക്കുത്തോ അങ്ങനെയൊക്കെ ഏൽക്കാൻ ഉള്ള സാധ്യതയുള്ളതിനാലാണ് ദുർജനങ്ങളുടെ കൂട്ടുകെട്ട് ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നത്. വെറുതെയുള്ള യാത്രകൾ ഒഴിവാക്കുന്നതും വളരെയധികം നല്ലതായിരിക്കും. ഇനി ഓരോ നക്ഷത്രക്കാരുടെയും പ്രായത്തിനനുസരിച്ചാണ് വരുന്നത്. ഈ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വേർതിരിച്ച് അതിന് പ്രായത്തിനനുസരിച്ചാണ് പ്രവചിക്കുന്നത്. 10 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ശാരീരിക സുഖം അവർക്ക് ലഭിക്കുന്നു. സ്വർണം, വെള്ളി മുതലായ ലോകങ്ങൾ സമ്മാനമായി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് സാഹചര്യം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. അത് ചെറിയൊരു സർജറി നടക്കുന്നതിനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. ജയിൽവാസം വരണതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. സാഹചര്യം മോശമായിരിക്കാം, പക്ഷേ എങ്കിലും നമ്മൾ കൂട്ടുകെട്ടൊക്കെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോവുക. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് ചില ആപത്തുകൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനനാശം വരാം. നിങ്ങളെ എപ്പോഴും സഹായിച്ചിരുന്ന ബന്ധുക്കൾ, ഏതിനും വന്ന് നിങ്ങളെ സഹായിക്കുന്ന ബന്ധുക്കൾ അവരാരെങ്കിലും മരണപ്പെടുവാനൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർ ഈ നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് ചേക്കേറി പോകാനും സാധ്യത കാണുന്നുണ്ട്. അതുമൂലമുള്ള മനപ്രയാസം വരാം. ഒരുപക്ഷെ ഈ സമയത്ത് ദുഃഖം മാറാൻ വേണ്ടി ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമോ സ്വന്തം പ്രകാരമോ മദ്യം മറ്റുള്ള ലഹരി സാധനങ്ങൾ ഉപയോഗിക്കരുത്. അത് വളരെ ലാഭത്തിലേക്ക് വരുന്നൊരു സമയമാണ്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ അവർക്കുള്ള കഷ്ടപ്പാടുകളും ദുഃഖങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അതെല്ലാം നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ പറ്റുന്നൊരു സമയമാണ്. ധനവും ധാന്യങ്ങളും ഐശ്വര്യങ്ങളും ധാരാളമായി ലഭിക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല ആത്മീയതയിലേക്ക് ഒരു ചായ്വ് വരുന്നതിനാൽ മനസ്സിനെപ്പോഴും ഒരു സന്തോഷം ലഭിക്കുന്നു. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ചില അപവാദങ്ങൾ, അതായത് ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാധ്യത വരാം. അതുപോലെ മരണഭയം ഉണ്ടാകാം. ഇണയുടെയും മരണം, അതായത് ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുവാനോ അല്ലെങ്കിൽ വളരെ ദൂരത്തേക്ക് പോകാനോ ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഉണ്ടാകുന്ന ഒറ്റപ്പെടൽ മുഖാന്തരം ഒരു ചെറിയ ദുഃഖം വരാം. അന്യനാട്ടിലേക്ക് താമസം മാറുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. വാദം മുതലായ രോഗങ്ങൾ വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. 70 വയസ്സിന് മുകളിലിട്ടുള്ളവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു തടസ്സവുമില്ലാണ്ട് നടന്നു കിട്ടും.
അതുപോലെ അതിസാരം എന്നൊരു അസുഖം വരാം. അതായത് ഈ വയറിനെ സംബന്ധിച്ച് വയറിളക്കം പോലുള്ള അസുഖങ്ങൾ വരുന്നതിനൊരു സാധ്യതയുണ്ട്. ദഹന പ്രക്രിയയിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം മൂലമാണെന്നാണ് ഇതിൽ കാണുന്നത്. അതുപോലെ ധനവും ധാന്യങ്ങളൊക്കെ ധാരാളം ലഭ്യമാകാം. ശരീരത്തിന് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അടുത്തത് രോഹിണി നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ്. അതായത് ചെറിയ രീതിയിലൊരു സർജറി ഈ രോഹിണി നക്ഷത്രക്കാർക്ക് നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. 8 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ സർജറി നടക്കാം. അതുപോലെ തന്നെ ആസ്മ, അലർജി മുതലായ കഫവും ഒക്കെ ഉള്ള ഒരു രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊരു ശല്യം തന്നെ ആയിരിക്കാം. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് ചില ആപത്തുകളൊക്കെ വരേണ്ട സാധ്യതയുണ്ട്. ചെറിയ വയസ്സിലുണ്ടായ ശ്വാസം മുട്ടൽ കുറച്ച് ദിവസം കൂടിയൊക്കെ നീണ്ടു നിൽക്കാം. അതുപോലെ ദൂരെ യാത്രകൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വരാം. 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലത്തിൽ ഉള്ള രോഗങ്ങളും മറ്റുള്ള ആ ദുരിതങ്ങളൊക്കെ പരിഹാരമായി വളരെയധികം ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കുന്നു. നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നു. കൂടാതെ തന്നെ അവർക്ക് പറ്റിയ ഒരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിനും അവർക്ക് സാധിക്കുന്നു. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായിട്ടും എല്ലാം നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നു. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവർക്ക് ഒരു ചെറിയ രീതിയിലൊരു പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അതുപോലെ തന്നെ ഒരു സിവിൽ കേസായിരുന്നാലും ഒരു ചെറിയ വസ്തുതർക്കത്തിലുള്ള കേസുകളായിരുന്നാലും കോടതി കേസുകളൊക്കെ വരുന്നതിനൊരു സാധ്യതയുണ്ട്. അതുപോലെ ഉറ്റമിത്രങ്ങൾ ചിലപ്പോൾ ശത്രുക്കളായെന്നും വരാം. എങ്കിലും ഇതെല്ലാം വന്നിരുന്നാലും അതൊക്കെ അപവാദമായതുകൊണ്ട് ഭാഗ്യം കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും രക്ഷപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ചില മാനസിക ബുദ്ധിമുട്ടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം കഷ്ടപ്പാടുകളൊക്കെ മാറി നിങ്ങൾക്കൊരു നല്ല സമയമാണ് ഇപ്പം വരുന്നത്. വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. അടുത്ത് മകയിരം നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത്. 18 വയസ്സ് വരെയുള്ള മകയിരം നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലുമോ അല്ലെങ്കിൽ എന്തിനും നമുക്കൊരു സഹായത്തിനും ഒരു ആശ്വാസമായിട്ടും തളർന്നു പോകുമ്പോൾ ഒരു താങ്ങായിട്ട് നിന്നിരുന്ന ഒരു സുഹൃത്തോ ബന്ധുവോ മരണപ്പെടുവാനായിട്ട് ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ കോമ സ്റ്റേജിലേക്ക് പോകുന്നതിനും സാധ്യതയുണ്ട്. ഈ നാട്ടിൽ നിന്നും അന്യനാട്ടിലേക്ക് താമസം മാറുന്നതിനും ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലെ ചില മകയിര നക്ഷത്രക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്. അതുമൂലം അവർക്ക് ജീവിതത്തിൽ വളരെ ഉയർന്ന നിലയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. സാമ്പത്തികമായിട്ടൊക്കെ വളരെ നല്ല നിലയിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിനും സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതിനും എല്ലാം അവർക്ക് ഈ സമയം വളരെ ഭാഗ്യമുള്ളതാണ്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ളവർക്ക് ചില അപവാദങ്ങൾ കേൾക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾ മനസ്സാവാച ഒന്നും അറിയാത്ത ചില കാര്യങ്ങൾ നിങ്ങളോട് അസൂയുള്ള ആൾക്കാർ പറഞ്ഞു വരുത്തുകയും അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾക്കൊരു ദുഃഖം ഉണ്ടാകുമെങ്കിലും അതൊന്നും പിന്നീട് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ ആരും സഹായിക്കാനില്ലല്ലോ എന്നൊരവസ്ഥ ചില ഘട്ടങ്ങളിൽ വരാം. അതുപോലെ അന്യദേശത്ത് പോയി താമസിക്കുന്നതിനും ഈ സമയം ജാതകം പറയുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് ആഗ്രഹിക്കുന്ന മനസ്സമാധാനം നിങ്ങൾക്ക് ലഭ്യമാകാം. ചിന്താശേഷി, അതായത് ബുദ്ധിയൊക്കെ നേർ രീതിയിൽ പ്രവർത്തിക്കാം. ശാരീരികപരമായിട്ട് ചില അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ ജീവിതം മുന്നോട്ട് പോകുന്നു. മനസ്സമാധാനമൊക്കെ കിട്ടുന്നു. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ളവർക്ക് ചില അസുഖങ്ങൾ തലപൊക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇത് വൈദ്യസഹായം കൃത്യമായിട്ട് ലഭിച്ചാൽ ഇതെല്ലാം മാറിക്കിട്ടാവുന്നതേ ഉള്ളൂ. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന കൂടി ആവശ്യമായി വരുന്നു. നിങ്ങൾക്കുള്ള പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മാർച്ച് മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് ഭഗവാനെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.